മക്കളെ, നീറ്റ് എക്സാമിൻ്റെ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകൾക്ക് ചില ടെൻഷൻസും കൺഫ്യൂഷൻസൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ചില കുട്ടികൾ എത്ര തന്നെയാണെങ്കിലും വീണ്ടും ചോദ്യമാണ്, എനിക്ക് അങ്ങനെയുള്ളത് ഇടാൻ പറ്റുമോ, ഇതിട്ടൂടെ, ഇതിട്ട പ്രശ്നമുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എന്താണോ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പറ്റുന്ന കാര്യങ്ങൾ നമുക്കത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞിട്ട് ചെറിയൊരു നെഗറ്റീവ് വന്നാൽ മതി, നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ. ആ സമയത്ത് ഒരാളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ മതി, നമ്മുടെ കോൺഫിഡൻസ് മൊത്തം ചോർന്നു പോകാൻ. ഇനി അതല്ല, ഒന്ന് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ആ ബി സൗണ്ട് കേട്ടാൽ മതി നമ്മുടെ ഉള്ളിൽ നിന്ന് ടെൻഷൻ ആവാൻ. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് എൻ്റെ മക്കൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, ഈ കുറേ എംബ്രോയിഡറി ഒക്കെ ഉള്ള ഡ്രസ്സുകളില്ലേ, കുറേ വർക്കൊക്കെ ഉള്ള വലിയ വലിയ സിമ്പിൾസൊക്കെ ഉള്ള പോലത്തെ ഡ്രസ്സുകൾ, അതൊക്കെ ഒഴിവാക്കുക. പ്ലെയിൻ കളറിലുള്ള ഡ്രസ്സ് ഇടുക, ലൈറ്റ് കളറിലുള്ള ഡ്രസ്സ് ഇടുക. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത്, പിന്നെ ബ്ലാക്ക് ഇട്ടുകൂടെ? ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറാണ്. ഡാർക്ക് കളർ വേണ്ട, ലൈറ്റ് കളറിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ലൈറ്റ് കളറിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ചിലതുണ്ടായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കുറേ ഞൊറി പോലുള്ള സാധനങ്ങൾ, കുറേ എംബ്രോയ്ഡറി വർക്കുകൾ, ഇതൊന്നും പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും പറ്റില്ല. സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ ചില ഫ്ലെയർ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതും പറ്റില്ല. ചില ആളുകളുടെ ഉടുപ്പൊക്കെ അതിലൊക്കെ കുറേ ഞൊറി ഉണ്ടാവും, അതൊന്നും പറ്റില്ല. ആ സാധനങ്ങളൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള ചുരിദാർ യൂസ് ചെയ്യുക. അത് കോളറുള്ള ചുരിദാർ അതും ഒഴിവാക്കുക, കോളർ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ചുരിദാർ. പിന്നെ പാൻസ് ആണെങ്കിൽ നോർമൽ പാൻസ് ഇടുക, അല്ലാതെ ഈ എന്താ പറയുക ഭയങ്കര വൈഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജീൻസ് ടൈപ്പ്, അല്ലെങ്കിൽ കാർഗോ പോലത്തെ അങ്ങനത്തെ ഒന്നും വേണ്ട. ഇനി ഒരു ട്രാക്ക് സ്യൂട്ടാണ്, സിമ്പിൾ, ഈസിയായി, അത് മതി. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഈ മെറ്റൽസിൻ്റെ ഹുക്കൊക്കെ കാണും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബി വരും, ഇത് നമ്മൾ ടെൻഷനാക്കും. അതൊന്നും വേണ്ട. അതിന് പകരം ഈ സ്പോർട്സ് ബ്രാ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ആക്കുക. ഇനി ബോയ്സിലേക്ക് വരുന്ന സമയത്ത് ബോയ്സിന് കഴിയുന്ന ടീഷർട്ട്, റൗണ്ട് നെക്കുള്ള ടീഷർട്ട് യൂസ് ആക്കുക, ലൈറ്റ് കളറുള്ള ടീഷർട്ട്. ഒരു നോർമൽ പാൻസ് എന്ന് പറഞ്ഞാൽ ബട്ടണുള്ള ടൈപ്പ് പാൻസ് മതി. അതിൽ 2 പോക്കറ്റ് ഉള്ളതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ട്രാക്ക് സ്യൂട്ട് ആണെങ്കിൽ ട്രാക്ക് സ്യൂട്ട് മതി. അല്ലാതെ വലിയ കാർഗോ പോലത്തെ സാധനങ്ങളൊന്നും ഇടാൻ നിൽക്കേണ്ട, കുറേ വലിയ പോക്കറ്റ്സ്, ഇതൊന്നും പറ്റില്ല. സാധാ രീതിയിലുള്ള ഒരു ടീഷർട്ട്, ഒരു റൗണ്ട് നെക്ക് ടീഷർട്ട് ഇടുക. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു നോർമൽ ഒരു പാൻസും. അതിൽ പാൻസിൽ തന്നെ നോക്കുക, മെറ്റൽ ഹുക്കാണെങ്കിൽ അത് ഒഴിവാക്കുക, മെറ്റലിൻ്റെ ബട്ടൺ വേണ്ട. സോ നോർമൽ ബട്ടൺ ആണെങ്കിൽ അത് മതി. അതുപോലെ ചില ആൾക്കാർ ഷർട്ടിലുണ്ടാവും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന പോലത്തെ മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺസ്, അതൊക്കെ ഒഴിവാക്കുക, അതൊന്നും വേണ്ട നമുക്ക്. അപ്പം എന്താണ്, ഇത് ഓൾറെഡി നമുക്കറിയാം, ലൈറ്റ് കളർ മതി. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം, അല്ലെങ്കിൽ ഇതിന് കുറച്ച് ഇങ്ങനെ ഡാർക്ക് കളർ അത് പറ്റുമോ? വേണ്ട, അതായത് പറ്റാത്ത നമ്മൾ ഒഴിവായിക്കളെ. ഓക്കെ മക്കളെ, അതേപോലെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ടാവും, കുറേ പൂവുകൾ, ഇതൊക്കെ അങ്ങനെ ഒന്നും പറ്റില്ല. അതൊന്നും ഇല്ലാത്ത നോർമൽ ഡ്രസ്സ് മാത്രം യൂസ് ആക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ചില പെൺകുട്ടികൾ ഇങ്ങനെ പഫൊക്കെ വെച്ചിട്ടൊക്കെ മുടിയൊക്കെ കിട്ടും, ആ സാധനം ഒന്നും പറ്റൂല കേട്ടോ. മുടി നോർമലി നിങ്ങൾ കെട്ടി വെച്ചാൽ നോർമലി മുടിക്ക് ഇങ്ങനെ കൊടുക്കുന്ന സാധനമില്ലേ, അത് വെച്ചിട്ട് കുടുക്കിയിട്ടാൽ മതി. അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും പറ്റൂല മുടിയിൽ. നിങ്ങൾ അല്ലാതെ പഫ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഈ ക്ലിപ്പ് പോലത്തെ സാധനങ്ങൾ, അതൊന്നും പറ്റില്ല, അതൊക്കെ ഒഴിവാക്കി കളയാം. പിന്നെ ഇനി അടുത്ത പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ്, ചില ആൾക്കാർക്ക് ഉണ്ടാവും ഈ മുക്കുത്തി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ 5-6 എണ്ണമൊക്കെ എല്ലാം അഴിച്ചു വെക്കുക, അതൊന്നും പറ്റില്ല. ഗോൾഡിൻ്റെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. ചില കൈ ചെയിൻ ഉണ്ടാവും, ചില ആളുകൾക്ക് ഇതുപോലെ കഴുത്തിൽ വേറെ ചെയിന്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക, അതൊന്നും വേണ്ട. ഓക്കെ, ഈ സാധനങ്ങളൊന്നും നമുക്ക് പറ്റില്ല. മോതിരം ആയിക്കോട്ടെ, ദെൻ ഇയറിങ് ആയിക്കോട്ടെ, ചെയിൻ ആയിക്കോട്ടെ, ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും പറ്റില്ല. ഇനി ചില ആൾക്കാർ ഈ ഉറുക്കൊക്കെ കെട്ടിയിട്ടുണ്ടാവും. ഓക്കെ, റിലീജിയസ് ആയിട്ടൊക്കെ ഉറുക്കൊക്കെ കെട്ടിയിട്ടുള്ള, ആ ഉറുക്കൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് അഴിച്ചു വെക്കണം. കയ്യിൽ ചില ആൾക്കാർ ജപിച്ചിട്ട് കെട്ടിയേക്കുന്ന ചരടൊക്കെ ഉണ്ടാവും. നമ്മളെ വിചാരം എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടെ അമ്പലത്തിൽ നിന്ന് ജപിച്ച് തന്നാൽ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ജപിച്ച് കെട്ടിയതാണ്. പ്ലീസ്, ഇത് ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും. തൽക്കാലത്തേക്ക് അതൊന്ന് അഴിച്ചു വെക്കുക. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കെട്ടിക്കും. അപ്പം അങ്ങനെയുള്ള ചരടുകൾ, കാര്യങ്ങൾ, അതൊന്നും പറ്റില്ല. ഇനി നമുക്ക് ചെരുപ്പിലേക്ക് പോവാം. ചെരുപ്പിലേക്കാണ് ഈ ഷൂ ടൈപ്പ് സാധനങ്ങളില്ലേ, ഷൂ പോലുള്ളത്, ഇല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന ക്രോക്സ് പോലുള്ളത്, അതൊന്നും പറ്റില്ല. നോർമൽ സിമ്പിളായിട്ടുള്ള ചെരുപ്പ് എന്താണോ, ഇനി അത് സാധാ സ്ലിപ്പേഴ്സ് ആണെങ്കിൽ അത് മതി. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ നോർമൽ ചെരുപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി ചില ആൾക്കാർ ചോദിക്കുന്ന വാച്ച് കെട്ടാൻ പറ്റുന്നു, വാച്ചൊന്നും കെട്ടാൻ പറ്റില്ല കേട്ടോ. ഈ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന രീതി, ഞാൻ നേരത്തെ പറഞ്ഞ ഷൂ ടൈപ്പായിട്ടുള്ള ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങളൊന്നും പറ്റില്ല. നോർമൽ പ്ലെയിൻ ആയിട്ട് നമ്മുടെ കാല് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ മാത്രമേ പറ്റൂ. ഓക്കെ, കാലിൽ ഇതുപോലെ തന്നെ പാദസരം കാര്യങ്ങളുണ്ട്, അതൊക്കെ അഴിച്ചു വെക്കുക. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒന്നും പറ്റില്ല.
ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മെറ്റാലിക് ഹുക്കുകളുണ്ടോ നോക്കുക, ബട്ടൺസ് ഉണ്ടോ നോക്കുക, ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ ടെൻഷൻ ആവണ്ടല്ലോ. ഇപ്പോൾ പല്ലിന് ക്ലിപ്പിട്ട ആളുകളുണ്ടാവും, അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, ആ സാധനം നിങ്ങളിനി അഴിച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില കുട്ടികളുണ്ടാവും ഈ ഹിജാബൊക്കെ ധരിക്കുന്ന കുട്ടികൾ, അവർ നേരത്തെ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നമ്മൾ ഓരോ തവണയും കാണുന്ന NTA-യുടെ ഓരോരോ പ്രശ്നങ്ങൾ, ആ ഡ്രസ് കോഡിനെ ചൊല്ലിയിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ഹിജാബൊക്കെ ധരിക്കുന്ന കുട്ടികളാണ് നേരത്തെ എത്തുക, നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാൻ നോക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ ID പ്രൂഫും കാണിക്കുമ്പോഴാണ് നിങ്ങൾ ഗേറ്റിനുള്ളിലേക്ക് കയറ്റുന്നത്. ഗേറ്റിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അവിടെ ബയോമെട്രിക്സ് ചെയ്യാനുണ്ട്, നിങ്ങളുടെ തമ്പ് വെക്കാനുണ്ട്, നിങ്ങളുടെ ഐറിസിൻ്റെ സ്കാൻ എടുക്കാനുണ്ട്. ഇതും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് എക്സാമിനേഷൻ ഹോളിലേക്ക് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഒരു 12:45 1 മണിയാകുമ്പോൾ, റിപ്പോർട്ടിംഗ് ടൈം എന്തോ ആയിക്കോട്ടെ, ഒരു 12:45 1 മണിയാകുമ്പോൾ തന്നെ മക്കൾ കയറാൻ നോക്കണം. കയറി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇരുന്നിട്ട് എക്സാംസ് നന്നായിട്ട് എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് 1:45 പേപ്പർ തരേണ്ടത്, 1:50 ആകുമ്പോൾ നിങ്ങൾക്കത് പൊട്ടിച്ചിട്ട് OMR എടുത്തിട്ട് OMRൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. 2 മണിക്ക് എക്സാം തുടങ്ങാം. 2 മണിയാകുമ്പോൾ മക്കൾക്ക് സുഖമായിട്ട് എക്സാം തുടങ്ങിയിട്ട് 5 മണി വരെ മക്കൾക്ക് എഴുതാം. ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇത്രയും സമയം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പോകണമെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം പോകാൻ. അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോകണമെന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നോക്കിയോ, എല്ലാ വർഷവും കാണുന്നതാണ് ഏത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ മുന്നിലും അവസാന സമയത്ത് ഡ്രസ്സ് അത് പറ്റാത്ത കാരണം വീട്ടിൽ പോയിട്ട് ചില ആൾക്കാർ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുക, എക്സാം എഴുതാതെ തിരിച്ചു വന്ന കുട്ടികളെ വരെ കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും പോകാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇതുപോലുള്ള നമ്മൾ പറഞ്ഞ ഈ മുക്കുത്തി, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കാലിൽ കൊലുസ്, പിന്നെ കയ്യിൽ ബ്രേസ്ലെറ്റ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഊരി വെക്കണേ നിർബന്ധമായിട്ട്. ഇപ്പോൾ കുറേ സ്റ്റേറ്റ്സ് ഇങ്ങനെയൊക്കെ കുത്തിയവരുണ്ടാവും, എല്ലാം ഊരി വെക്കണം. അല്ലാതെ അവിടെ പോയിട്ട് ഇത് അഴിച്ചു വെക്കാനൊന്നും ചിന്തിക്കേണ്ട. എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഡ്രസ് കോഡ് ഏറ്റവും ഓക്കെ ആണെങ്കിൽ നമ്മൾ ടെൻഷൻ ഇല്ലാതെ നമ്മൾ എക്സാമിനേഷൻ ഹോളിലേക്ക് കയറും. പിന്നെ അതിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾക്കൊരു ബോട്ടിൽ കൊണ്ടുപോവുക, ആ ബോട്ടിൽ വെള്ളം എടുക്കുക, നിങ്ങൾക്കൊരു ID കാർഡ് എന്താണോ, നിങ്ങളുടെ ആധാർ ആണെങ്കിൽ അത് കൊണ്ടുപോവുക, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പെന്ന് പോലും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനി എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളൊക്കെ ചെയ്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താണോ നിങ്ങൾക്ക് ചെയ്തേക്കുന്ന പ്രൊസീജിയർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതിയാൽ മതി. അത് കയ്യിൽ കരുതി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാലാണ് അവിടെ പിന്നീട് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അതുപോലെ തന്നെ എക്സാം വേറൊരാളുടെ സപ്പോർട്ട് ആളാണ് ബബിൾ ചെയ്യാനൊക്കെ വരുന്നെങ്കിൽ, അങ്ങനെയുള്ള രീതിയിൽ എഴുതുന്നുണ്ടെന്നാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം. പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷുഗറിനെങ്ങാനുള്ള മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഫുഡ് കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനും വേണ്ട വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതുക. ഓക്കെ മക്കളെ, ഓക്കെ, താങ്ക് യു.